VC നിയമനത്തിലെ ഗവർണർ സർക്കാർ ചർച്ചയിൽ സമവായമായില്ല എന്നതാണ് ഇന്ന് രാവിലത്തെ പുതിയ വിവരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന് സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അത്തരമൊരു നിലപാടിൽ ഗവർണറെ കണ്ട ശേഷം ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ലിസ്റ്റ് കൊടുത്തിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റേതായ സമയമാണ്. മുഖ്യമന്ത്രി ഞങ്ങൾ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. 2 മന്ത്രിമാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെൻറ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടു കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി നൽകിയ പേരുകളിലെ അതിലൊരു പ്രയോറിറ്റിയാണുള്ളത് വേണ്ടത്. പക്ഷെ അത് ആ പ്രകാരം അതിൽ സുപ്രീം കോടതി വിധിയിൽ പ്രയോറിറ്റി നിശ്ചയിക്കാനുള്ള അധികാരം ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ മുഖ്യമന്ത്രിക്ക് ആ പാനലിൽ തന്നെ ഏതെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചാൻസലർക്ക് മുഖ്യമന്ത്രി നൽകിയ അതിൽ ആ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്ക് പങ്കുചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ ഉണ്ടായിരുന്ന തർക്കമാണ്. അതിൻ്റെ തുടർച്ച പുതിയ VC വന്നതിന് ശേഷവും പുതിയ ചാൻസലർ, പുതിയ ഗവർണർ വന്നതിന് ശേഷവും വലിയ അയവൊന്നുമില്ലാതെ പോവുകയാണ്. കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? ഏത് തരത്തിലാണ് ഇരുപക്ഷവും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് അവരവരുടെ വാദങ്ങളെ? രതീഷ്, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനം സംബന്ധിച്ച് ഒരു സമവായം ഉണ്ടാക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഇന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണാനായി മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും എത്തിയത്. ഏകദേശം 1.25 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. കൂടിക്കാഴ്ചയിൽ 2 കൂട്ടരും, അതായത് ഇപ്പം നേരത്തെ മന്ത്രി പി രാജീവ് പറഞ്ഞ പോലെ അത് മുഖ്യമന്ത്രിക്ക് നിക്ഷിപ്തമായ അധികാരമാണ് ഈ ചാൻസലറെ നിയമിക്കാനുള്ള പട്ടിക നൽകുക എന്നത്. അപ്പോൾ ആ പട്ടികയിൽ നിന്ന് വേണം ആ പട്ടികയിൽ ഗവർണർക്ക് വിയോജിപ്പുള്ള പേരുകളുണ്ടെങ്കിൽ വിയോജിപ്പില്ലാത്ത പേരുകളിൽ തീരുമാനമെടുക്കാമല്ലോ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗവർണർ നിലപാട് വിശദീകരിച്ചത് സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡിജിറ്റൽ ഡോക്ടർ സിസ തോമസിനെ ആണ് ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ സിസ തോമസിനെ സർക്കാർ എതിർക്കുന്നതിൽ ഒരു കാര്യവുമില്ല. സിസ തോമസ് മിടുക്കിയാണ് എന്നത് വാദിക്കാനായി ഗവർണർ ഒട്ടേറെ കാരണങ്ങൾ നിരത്തി. അതിൽ പ്രധാനമായും ഇതാണ്: സിസയെ സർക്കാർ ടെക്നോ പാർക്കിലെയും ഇൻഫോ പാർക്കിലെയും എല്ലാം CEO-മാരെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിയോഗിച്ചത് ഈ സർക്കാരാണ്. മാത്രമല്ല, K-സ്പേസ്, ഇഗ്ഫോസ്, K-ഫോൺ എന്നിവയുടെ നേതൃനിരയിൽ അവരുണ്ടായിരുന്നു. ടൂറിസം വകുപ്പിന് വേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പോർട്ടൽ ഉണ്ടാക്കിയപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ സിസ തോമസിനെ നിയോഗിച്ചു. സിസ തോമസിനെ സർക്കാർ IT വകുപ്പിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവാക്കി, ഉപകമ്മിറ്റികൾ അംഗമാക്കി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ എന്തിനെതിർക്കുന്നു എന്ന വിഷയമാണ് ഗവർണർ ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ അതിൽ പറയുന്ന ന്യായം സിസ തോമസ് സർക്കാരിനെതിരെ കേസ് പോവുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് എന്നതാണ് കാരണമായി ഉന്നയിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരും ഗവർണറും ഇരുപക്ഷത്തെയും നിലപാടുകൾ നേരത്തെ കോടതിയിൽ ഉൾപ്പെടെ വന്നതാണ്. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു സമവായത്തിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല.